मालूम है ना ऐसा है क्या करे ना वो मिस्त्री वाला काम करे ना 1950 हेल्पर तुम्हारा में ना ऐसा मुझे हिंदी काम है तमिल तो ഇതിനെ പോവാ പണിക്കാരനാ ആ ചേട്ടാ हेल्परो हेल्पर तो हेल्पर का 1200 1000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം മാറൂട്ടോ. നിങ്ങൾ 1200 രൂപ അങ്ങനെ കൊടുക്കണ ഒരു ഹെൽപ്പർക്ക്. നിന്റെ പേരെന്താ ലിബിൻ. നീ 1200 രൂപ എന്തിനാ കൊടുത്ത ഇവർക്ക്? ഈ ഒരു ഹെൽപ്പർക്ക് നിങ്ങളെ പോലെ പോലെയുള്ള കോൺട്രാക്ട് ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അല്ല നിങ്ങള് ഒരു വീട്ടുകാരൻ എങ്ങനെ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഒരു വീട് പണിയിപ്പിക്കും? നിങ്ങൾ ഈ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ദിവസം 2 ദിവസം പണി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ 1200 രൂപ ഒരു ഹെൽപ്പർക്ക് കൊടുത്തുകൊണ്ട് ചെലവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാര്യം മുന്നോട്ട് പോകും? ഇന്നലെ തുടങ്ങി 2 ആഴ്ച കാലമായിട്ട് ഈ എണീക്കൂലവര് നമ്മളെ വിളിച്ചാൽ പോലും ഇവരെ എണീക്കൂല. 1000 രൂപ കൂടുതൽ അകത്ത് പോട്ടോ. അകത്ത് വായന അവസ്ഥയിലാണ് ഞങ്ങൾ കാശ് കൂടുതൽ കൊടുത്തുകൊണ്ട് പോകും. ഞങ്ങൾക്ക് കാര്യങ്ങളല്ല. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്ന 1000 രൂപ കൂലിക്ക് പറഞ്ഞിരിക്കുന്നവര് ഇന്ന് 1200 വേണം നമ്മളെ വീട്ടുകാരുടെ എന്തെന്ന് പറഞ്ഞു മേടിക്കും. എന്താ പറയുമോ? നമുക്ക് നമ്മളാ കമ്മീഷൻ നമ്മൾ എടുക്കാന്ന് തോന്നുള്ളൂ. അപ്പൊ എന്തേ വേണ്ടോ ഈ കാലം വരെ കഴിഞ്ഞ ആഴ്ച ഒരാളെ കൊണ്ട് കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ പറയാണ് എനിക്ക് പണി പറ്റില്ല. ഞാൻ പറഞ്ഞു നീ കയറിപ്പോക്കാം, എനിക്ക് ഇന്നത്തെ ഫുൾ പേയ്മെന്റ് എന്നാണ് ഞാൻ പോകുള്ളൂ. അവനോട് കുത്തിപ്പിടിക്കാണ്. ഇവരൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നവൻ നാളെ വന്നില്ല, നാളെ ഇന്ന് പണിയുന്നതിന് യാതൊരു ഉത്തരവാദിത്തം അവനില്ല. അവൻ പറയണ കൂലി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ 1500 ചെലവ് ഒരു ഹെൽപ്പർ ഞാൻ മടങ്ങി പോയി വിളിച്ചില്ല. ഇവര് പറഞ്ഞ തീരുമാനമാണ്. ഇപ്പൊ ഇതെന്ന് ഇവരെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ആര് വന്നാലും കഴുത്തറക്കാം. മനുഷ്യർ ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അസോസിയേഷൻ 50 അസോസിയേഷൻ അപ്പസ് കൗൺസിൽ പ്രസിഡന്റ് ഞങ്ങൾ അസോസിയേഷന്റെ ബാനറിൽ ഞങ്ങൾ ഒരാളെ പോസ്റ്റ് ചെയ്യാം. ഒരാളെ പോസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ജോലിക്ക് വിടാനും അവരെ കൂലിയും ചെയ്യിക്കാനും പറയാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതിന് സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഓർഡറിലായി ഇവർ ആരെ ജോലിക്ക് വിടണം, എന്ത് കൂലി മേടിക്കണം, അതിന് തീരുമാനം ഞങ്ങൾ എടുക്കാന്ന്. मेसन में एक दिन में कितना मिलता है? एक दिन में 1400 ज्यादा पैसा इतना ज्यादा काम कर रहा था. कोई आदमी काम पे लेके जाता पैसा नहीं देता. उस टाइम तो कुछ बात नहीं होता. आज थोड़ा ज्यादा पैसा दाम ज्यादा है. बोला मैंने पैसा नहीं बोलता. कोई आदमी प्रतिवाद भी नहीं करता. कंप्लेन करता तो लेता नहीं. तुमको कॉन्ट्रैक्ट दे देने इधर बैठने का, तुम साइड में जाओ पहले, बाकी अपने पूछने का क्या कैसे कर रहे जास्ती पैसा बोला. काम का आने तो बात है ना, पैसा ज्यादा बोला है क्या करेगा? ये तो कौन का पैसा मिलेगा? 1500 2000 കൂലി കൊടുക്കണം. ഇവര് ചോദിക്കുന്നത് 1500 രൂപ. പണിസ്ഥലത്ത് ഇറങ്ങി കഴിയുമ്പോൾ 1750 ഹെൽപ്പർമാര് 1600 രൂപ. ഈ കൂലിക്ക് പറഞ്ഞാൽ നമുക്ക് തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ മറ്റുള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ പണി എങ്ങനെ തീർത്ത് കൊടുത്ത ചെറുകിട കോൺട്രാക്ടർ ഇത്രയും പൈസ കൊടുത്ത് നമ്മളെങ്ങനെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകും? ഒരു മര്യാദ വേണ്ട ഇവർ ചെയ്യണത്. നമ്മൾ താഴ്ന്നു പോകുന്നതോറും ഒരു തലേക്കരാണ്. മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് മര്യാദക്കാരുണ്ട്. നമ്മൾ വിടണമെന്ന ആളെ അതാണ് ഞങ്ങളെന്നല്ല ലേബർ കോർട്ടിൽ പോയതാ. ലേബർ കോർട്ടിൽ അവിടെ പോയി പോലീസുകാർക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഒരാളെ പോസ്റ്റ് ചെയ്യുന്ന ഈ ഓട്ടോറിക്ഷ വിടല്ലേ? അതല്ല ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോയതാ. लेबर ऑफिस लेबर ऑफिस में ना तुमको ऑफिसर एक गोली बोला था साहब 10 रुपया इधर दिएगा तुमको ज्यादा तुमको मुश्किल है. आईडी प्रूफ नहीं है ना, तुम रूम के बाहर जाओ तो रूम का ऑनर का नंबर दे दो. ഇന്നലെ ലേബർ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ ഈ കൂലി ചോദിച്ചപ്പോ ലേബർ ഓഫീസ് റൈറ്റ് ഇട്ടേക്കണാണ് 1010 രൂപ മെയ്സിന്, 1110 രൂപ മെയ്സിന്, 840 രൂപ ഹെൽപ്പർക്കുമാണ് ഇതിട്ടേക്കണത്. എന്നിട്ട് ഞങ്ങള് 950 രൂപ ഹെൽപ്പറിനും
1150 മെയ്സന് ഞങ്ങൾ ഇട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ലേബർ ഓഫീസർക്ക് കൊടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്ത് ചെയർമാൻ വിളിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാണ്ട് ഇനി ആധാർ കാർഡ് പോലും ഇല്ലാത്തവന്മാരെ ഇവിടെ നിർത്തരുതെന്ന് പറഞ്ഞേക്കണേ. ഇവര് താമസിക്കുന്ന സ്ഥലങ്ങളിൽ സ്ക്വാഡായിട്ട് ചെന്നിട്ട് അവരുടെ ആധാർ കാർഡും എല്ലാം മേടിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞുവിടാനുള്ള ഇത് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാടകമല്ല. ഇവിടെ കഞ്ചാവും മയക്കമരുന്നിന്റെ അടിയിലായി പോയി. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് മുതൽ ഇതായി പോയി. അപ്പൊ ഇവരെ കൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ അതും ആരും ചിന്തിക്കണില്ല. ഒരു റൂമില് ഈ 50 പേരൊക്കെയാണ്. 50 പേരുണ്ട്. ഇവര് നോക്കാൻ നേരത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് ഉണ്ട്. ഈ റൂമുകളിൽ ഇവിടെ തന്നെ ഈ പാൻപരാഗ് മറ്റൊക്കെ ചുരുട്ടി പരസ്യമായിട്ട് ഒരാള് ഇവര് പറയുന്ന കൂലിയല്ല, നമ്മള് കൊടുക്കും, അത് അവര് മേടിക്കുക. അതിട്ടാണ് നമ്മള് അല്ല നമ്മളിവിടെ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലേബർ ഓഫീസിൽ നിന്ന് തന്നതായിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ ആ ബോർഡ് അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് പോകേണ്ടത്. അതല്ലാതെ അവർക്ക് തോന്നിയത് പോലെയുള്ള ഒരു റേറ്റ് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ സാധ്യമല്ല എന്നുള്ളത്.